നമസ്കാരം. ദയയും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ തത്വത്തിൽ നല്ലതാണെങ്കിലും പ്രായോഗിക തലത്തിൽ അത്ര സുഖകരമായ ഒന്നല്ല എന്ന തിരിച്ചറിവിൽ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതാൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊടുത്ത നിയമങ്ങളാണ് പൊളിച്ചെഴുതുന്നത്. ഈ നിയമങ്ങൾ നിലനിൽക്കുന്നതാണ് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളെയും നിർബന്ധിതരാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം 1951 അഭയാർത്ഥി കൺവെൻഷൻ രൂപീകരിക്കുകയും അത് പിന്നീട് യൂറോപ്യൻ കോടതികൾ നിരവധി തവണ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ആ നിയമങ്ങൾ ഉരുത്തിരിഞ്ഞത് ഇന്നത്തേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിലായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ ഉദ്ധരിച്ച ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 144 രാജ്യങ്ങൾ ഒപ്പുവെച്ച ഈ കരാറിൽ പറയുന്നത് അഭയം തേടിയെത്തുന്ന ആരെയും നിർബന്ധിച്ച് തിരിച്ചയക്കരുത് എന്നാണ്. പ്രത്യേകിച്ചും തിരികെ എത്തുന്ന നാട്ടിൽ ആ വ്യക്തികളുടെ ജീവനും സ്വാതന്ത്ര്യവും അപകടത്തിലാകുന്ന സാഹചര്യമാണെങ്കിൽ അത് ചെയ്യരുതെന്നും എടുത്തു പറയുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നിയമം തീരെ അപ്രസക്തമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അഭയാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടും പല യൂറോപ്യൻ രാജ്യങ്ങളും അഭയാർത്ഥികളായി എത്തിയവരെ നാടുകടത്താനാകാതെ വിഷമിക്കുകയാണ്. അഭയാർത്ഥികളായി എത്തുന്നവരിൽ പലരും യൂറോപ്യൻ സംസ്കാരവും ജീവിതശൈലികളുമായി ഒത്തുപോകാതെ പ്രത്യേക വിഭാഗമായി നിൽക്കുന്നതും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച ചേർന്ന യൂറോപ്യൻ യൂണിയൻ ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് നിയമം പൊളിച്ചെഴുതണമെന്ന നിർദ്ദേശം ഉയർന്നത്. ഏതാനും ദിവസം മുമ്പ് നെതർലാൻഡ്സിലെ ന്യൂവീജിയൻ പട്ടണത്തിൽ ഒരു 11-കാരി കുത്തേറ്റ് മരിച്ചതിനെ തുടർന്ന് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പ്രതിസ്ഥാനത്തായത് അഭയാർത്ഥിയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നും 30 മൈൽ അകലെയുള്ള പട്ടണത്തിലെ തെരുവിൽ വെച്ചായിരുന്നു പെൺകുട്ടിയെ കുത്തിക്കൊന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ എമർജൻസി സർവീസുകൾ സ്ഥലത്ത് എത്തിച്ചേർന്നെങ്കിലും ഇരയുടെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് സിറിയൻ വംശജനായ ഒരു 29-കാരനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ANP ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചയായി അയാൾ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ആക്രമണത്തിന്റെ കാരണം എന്താണെന്ന് അവർ വ്യക്തമാക്കുന്നില്ല. സംഭവത്തിന് ദൃക്സാക്ഷികളായവരുടെ മൊഴി അനുസരിച്ചാണ് പോലീസ് ഈ സിറിയൻ വംശജനെ അറസ്റ്റ് ചെയ്തത്. ഇക്കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച സംഭവസ്ഥലത്ത് നിന്നുള്ള ചിത്രത്തിൽ പോലീസ് സമീപത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര പരിശോധിക്കുന്ന ദൃശ്യമുണ്ട്. ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് കരുതപ്പെടുന്ന കത്തി ആ മേൽക്കൂരയുടെ മുകളിൽ നിന്നാണ് പോലീസിന് കിട്ടിയത്. പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് നിരവധി പേരാണ് പുഷ്പങ്ങളും കളിപ്പാട്ടങ്ങളുമായി ആ കുരുന്നിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത്. നെതർലാൻഡ്സിലെ 4ാമത്തെ വലിയ നഗരമായ യൂട്രഷൻസിന്റെ ഭാഗമാണ് ആക്രമണം നടന്ന ന്യൂവീജിയൻ എന്ന പട്ടണം. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയും ഇവിടെ തന്നെയാണ്. അതിനൊപ്പം തന്നെ മറ്റ് പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ ഒത്തനടുക്കാണ് ഈ നഗരത്തിന്റെ സ്ഥാനം എന്നതിനാൽ നെതർലാൻഡ്സിന്റെ ഗതാഗത രംഗത്തും ഈ നഗരത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയനും നയമാറ്റ പാതയിൽ നീങ്ങുന്നത്.